നമ്മൾ തുടക്കം മുതൽ തന്നെ നമ്മൾ പറഞ്ഞത് സത്യമാണ്. അത് എല്ലാവർക്കും ആ സത്യം തീർച്ചയായിട്ടും അത് ബോധ്യമായി കഴിഞ്ഞു. തുടക്കം മുതലേ നമ്മൾ എന്താണ് പറഞ്ഞത്, പക്ഷെ അത് ആദ്യം നമ്മൾ പറഞ്ഞ സമയത്ത് ആർക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് പോയില്ല. അവര് വേറെ തെറ്റായിട്ട് രീതിയിൽ ചിത്രീകരിച്ചിട്ട് അവര് വേറെ ലെവലിലോട്ടാണ് പോയത്. പക്ഷെ നമ്മൾ തുടക്കം പറഞ്ഞ ഇത് സത്യമാണെന്നാണ്, സമാധി സത്യമാണ്, സമാധി ആയതാണെന്ന് പറഞ്ഞിട്ട് ആർക്കും അത് വിശ്വാസം വന്നില്ല. പിന്നെ ഒരുപാട് ചാനലുകൾ ഒരുപാട് രീതിയിൽ നമ്മളെ കളിയാക്കിയും അത് രീതിയിലും ചെയ്തു. ഇപ്പം അത് നമ്മളിനി അങ്ങോട്ട് ചിന്തിച്ചപ്പം നമുക്കത് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഈ അച്ഛന്റെ ലോകം മൊത്തം അറിയാൻ പറ്റും. അച്ഛനെ ലോകം അറിഞ്ഞു. അച്ഛനെ ഈ ഒരു ഇതില് ആറാലുംമൂട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഗോവൻ സ്വാമി ഇപ്പൊ ലോകം മൊത്തം അറിഞ്ഞു സമാധിയായ കാര്യം. അത് സത്യമാണ് തെളിയുകയും ചെയ്തു. നമ്മളെ ഉപദ്രവിച്ചവര് നമ്മളെ ഈ രീതിയിൽ ആക്കിയ എല്ലാവർക്കും നമുക്ക് അവരോട് നന്ദിയുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് കാരണമാണ് ഈ ലോകം മൊത്തം അച്ഛന്റെ നാമം എത്തിയത്. ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ ഒരു നാമം എത്തിയത് അച്ഛൻ സമാധിയായി എന്നുള്ള സത്യം ലോകത്തിലെത്തിച്ചത് ഈ പറഞ്ഞവരാണ്. അതായത് ഇതെല്ലാം സമാധിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് ലയിക്കുന്നതിനെ കുറിച്ചോ ഇത് അറിവില്ലായ്മയുടെ ഭാഗമാണ്. അത് തെറ്റെന്ന് പറയാൻ പറ്റൂല. അവരെ അറിവില്ലായ്മ, അത്രേ ഉള്ളൂ. സമാധിയുടെ കർമ്മങ്ങളും സമാധിയുടെ ടൈമും അത് ഭംഗപ്പെടുമെന്ന് നേരത്തെ അച്ഛൻ അറിയാന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ അറിയിക്കാൻ പാടില്ല. അതായത് അച്ഛന്റെ സമാധിക്ക് ഭംഗമുണ്ടാവും. അതായത് സ്വർഗവാതിൽ ഏകാദശി സമയം അവരെ മുഹൂർത്തം ഒരിക്കലും തെറ്റാൻ പാടില്ലെന്നുള്ള ഇതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. ഭക്തിയാദരവോടുകൂടി അത് പിന്നെ അവര് ഇതെല്ലാം ചെയ്തിട്ടും അതിന്റെ ചൈതന്യമേറിയ പീഠത്തെ അവരാരും അനക്കിയിട്ടില്ല. അത് ശരിയായ രീതിയിൽ തന്നെ ആ പീഠത്തിൽ തന്നെയാണ് ഇപ്പോഴും ആ ചൈതന്യമേറിയിരിക്കുന്ന ആ പീഠം അതേ പൂജയോടുകൂടി ആരാധിച്ച് വരുന്നുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.